ഹലോ ഫാമിലി, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മുടെ തായ്ലൻഡ് ട്രിപ്പിന്റെ 4ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ പട്ടായയിൽ നിന്ന് ബാങ്കോക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു. ഹോട്ടലിലെ ചെക്ക് ഇൻ ടൈം 2 മണിക്കായതുകൊണ്ട് തന്നെ അവരാദ്യം നമ്മളെ ടെമ്പിൾ വിസിറ്റിന് വേണ്ടിയിട്ടായിരുന്നു കൊണ്ടുപോയത്. ഒരു ബുദ്ധ ടെമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഈ ബുദ്ധ പ്രതിമയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര നീളമുള്ള ഒരു ബുദ്ധ പ്രതിമയായിരുന്നു അത്. ആ ടെമ്പിളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരുന്നു. നല്ല കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു. ആ സ്ലീപ്പിംഗ് ബുദ്ധ ടെമ്പിൾ മാത്രമേ പാക്കേജിന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ എന്നും പറഞ്ഞിട്ട് ഒരെണ്ണം ഗൂഗിൾ സെർച്ച് ചെയ്ത് കണ്ടിരുന്നു. അതൊരു വലിയ ടെമ്പിൾ ആണെന്ന് കണ്ടതുകൊണ്ട് നമ്മൾ സ്വന്തം എക്സ്പെൻസിൽ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതും കാണാൻ ഭയങ്കര മനോഹരമായിരുന്നു. അവിടെ എല്ലാവരും വന്ന് ഇങ്ങനെ മണി അടിക്കുന്ന കണ്ടു. പിന്നെ നമ്മളായിട്ട് കുറയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും കൂടി അങ്ങനെയൊക്കെ മണി അടിച്ചു. പിന്നെ അകത്ത് കയറി ബുദ്ധ പ്രതിമയൊക്കെ കണ്ടു. ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ള് ഗോൾഡൻ കളറിലുള്ള ഡെക്കറേഷൻസ് ആയിരുന്നു. നല്ല ഭംഗിയുള്ള ഡിസൈൻ ഒക്കെ ആയിരുന്നു മേളിലേക്കൊക്കെ. ഇന്ന് പുറത്തിറങ്ങി വന്നു, പുറത്തെ അതിൻ്റെ ഇതൊക്കെ വർക്കൊക്കെ കണ്ടു. നല്ല രസമായിരുന്നു ഈ ഒരു ടെമ്പിളിൻ്റെ അവിടെ കാണാനായിട്ടൊക്കെ ആണെങ്കിലും. അതിനുശേഷം നമ്മൾ ഹോട്ടലിലേക്ക് പോവായിരുന്നു ചെയ്തത്. ഹോട്ടലിൽ ചെന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഇതുണ്ട്, ഷോപ്പിങ്ങിന് വേണ്ടി പോകാനുണ്ടായിരുന്നു. ഹോട്ടലിൽ ചെന്ന് കയറിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൂപ്പർ വൈബായിരുന്നു. കാരണം അവിടെ ഈ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഈ ഹോട്ടലിൻ്റെ ഈ റിസപ്ഷനിലേക്ക് ഭയങ്കര വലിയൊരു റിസപ്ഷൻ ആയിരുന്നു. അവിടെ ഓരോ കോർണറിലും ഭയങ്കരമായിട്ട് ഓരോ ഫോട്ടോ ഫ്രെയിംസ്, ഇങ്ങനെ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രെയിംസാണ്. ഏത് സ്ഥലത്തേക്ക് നോക്കിയാലും അടിപൊളി ഫ്രെയിംസ് ആയിരുന്നു. പിന്നെ നമുക്കവിടെ നിൽക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് പെട്ടെന്ന് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ലഞ്ച് കഴിക്കാനും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ദിരാ മാർക്കറ്റിലേക്ക് വന്നു. അപ്പം ഇനി നമുക്ക് ഇന്ദിരാ മാർക്കറ്റിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമ്മളിവിടെ വലിയ ഷോപ്പിങ്സ് ഒന്നും ചെയ്തില്ല. ഇച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് സ്കൂളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കയ്യിലിടുന്ന ഈ മുത്തിൻ്റെ കുറച്ച് സാധനങ്ങളില്ലേ, അത് നിഷ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 കുട വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഞെക്കുമ്പോൾ തുറക്കുന്നതും ഞെക്കുമ്പോൾ അടയുന്നതുമായിട്ടുള്ള കുട. അത് നല്ല കോമഡി ആയിരുന്നു. നമ്മൾ വാങ്ങിക്കഴിഞ്ഞപ്പോൾ 2-3 പ്രാവശ്യം ഞെക്കി തുറക്കുകയും അടയ്ക്കുകയും ചെയ്ത് വന്നപ്പോഴേക്കും പിന്നെ അത് അടയാറില്ല. തുറക്കാൻ വേണ്ടി പറ്റും, പക്ഷെ അടയ്ക്കാൻ വേണ്ടി പറ്റൂല. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മളിപ്പോൾ നേരെ പോകുന്നത് ക്രൂയിസ് ഡിന്നറിന് വേണ്ടിയിട്ടാണ്. സത്യത്തിൽ ഞാൻ കുറേ പാക്കേജസ് ഉപേക്ഷിക്കാൻ തന്നെ കാരണം അതിനകത്തൊന്നും ക്രൂയിസ് ഡിന്നർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് ഇവരുടെ ഈ പാക്കേജിനകത്ത് ക്രൂയിസ് ഡിന്നർ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ തവണ പോയപ്പം അവിടെ ആ ഒരു ക്രൂയിസ് ഡിന്നറിൽ പോയിട്ടുണ്ടായിരുന്നത് കാരണം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരും അത് എൻജോയ് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പോരാത്തതിന് ഇന്ന് നമ്മുടെ ഇച്ചുവിൻ്റെ ബർത്ത്ഡേയും കൂടി ആയത് കാരണം നമുക്കതിൽ പോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ വീഡിയോ എടുത്തു തരാം, ചുമ്മാ ആക്ട് ചെയ്തു. ഒരു പാട്ട് പാടിക്കോ. ക്രൂസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മോളിലൂടെ, ടെർമിനൽ 21 എന്ന് പറയുന്ന ഈ ഒരു മോളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ അങ്ങേ അറ്റത്താണ് നമ്മൾ ഈ ഒരു ക്രൂസിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. ഇങ്ങനെ കണ്ട് കുറച്ച് നേരം മുമ്പോട്ട് പോയപ്പോഴേക്കാണ് അവിടെ ലണ്ടനിലൊക്കെ നമ്മൾ കാണുന്നത് മാതിരത്തെ ഒരു ഫോൺ ബൂത്ത് കണ്ടത്. പിന്നെ അതിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ശരിക്കും ക്രൂസിലേക്ക് എത്താൻ വേണ്ടി ഇതിലേക്കൂടെ കുറേ നടക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ക്രൂസിൻ്റെ അടുത്തേക്ക് പോവാമേ.
ആരായിരുന്നു ദേ എവിടെ നിന്നിട്ട് 24L ആണ് നിങ്ങളുടെ സീറ്റ് നമ്പർ. ക്രൂസിൽ നമുക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സീറ്റ്സ് ഉണ്ട്. അതിൻ്റെ നമ്പേഴ്സൊക്കെ നമുക്ക് മുമ്പേ തന്നെ തരും. ഇങ്ങനെ ഇവിടെ വന്ന് ഈ ക്രൂസ് കിടക്കും. എന്നിട്ട് അവർ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോങ് ഒക്കെ ഉണ്ട്. അത് നമുക്കൊന്ന് കാണാവേ. സീറ്റ് നമ്പറൊക്കെ തന്ന് ക്യൂ ഒക്കെ നിർത്തിയിട്ടാണ് നമ്മളെ ഇതിനകത്തേക്ക് കയറ്റുന്നതെങ്കിലും ചില ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പേ ഇടിച്ചു കയറി ചെന്നില്ലെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടൂല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവില്ലേ. അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ നമ്മളെ ഇടിച്ചു തെറിപ്പിച്ചിട്ടൊക്കെ നമ്മൾ ക്യൂവിലൊക്കെ നിൽക്കുന്നവരെ പോലും ഇടിച്ചു തെറിപ്പിച്ചിട്ടാണ് അവരകത്ത് പോയിരിക്കുന്നത്. ഇതാണ് ക്രൂസിന്റെ ഉൾവശം. ഉൾവശത്ത് ഇവിടെ ആദ്യം നമുക്ക് ഫുഡൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ഡിന്നർ, അത് കഴിഞ്ഞിട്ടാണ് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടുള്ളത്. ഇവിടെ ഈ സൈഡിലായിട്ടാണ് നമ്മുടെ സീറ്റ്. അവരൊക്കെ സീറ്റിൽ പോയി ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. പിന്നെ ഈ ക്രൂസിലൂടെ നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാഴ്ചകളാണ്. രണ്ട് സൈഡിലും കുറേ ടെമ്പിൾസ്, കുറേ ബിൽഡിങ്സ്, നല്ല ലൈറ്റ്സ് അങ്ങനെയൊക്കെ കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. പ്രത്യേകിച്ചും ഈ ക്രിസ്മസ് സീസണൊക്കെ ആകുമ്പോഴേക്കും ഒരുപാട് ഭംഗിയായിരിക്കും അതൊക്കെ കാണാൻ. പക്ഷെ നമുക്ക് പ്രശ്നം എന്താ വെച്ചാൽ വീഡിയോയ്ക്കകത്തൊരു അത് കാണിക്കാൻ ഭയങ്കര പാടാണ്. കാരണം നമ്മൾ ആ ഒരു ഗ്ലാസ് ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണല്ലോ. അപ്പം ആ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷനാണ് നമുക്ക് കൂടുതൽ വരിക. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് കിട്ടിയപ്പോഴേ ഇവിടെ ഒരു മന്ത്രവാദിനി ഇരുന്നുകൊണ്ട് ഭയങ്കര മന്ത്രവാദമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനതിൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് വന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ ഫുഡ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഫുഡിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നോർത്ത് ഇന്ത്യൻ സ്റ്റൈല്, പിന്നെ നമ്മുടെ സാധാരണ സൗത്ത് ഇന്ത്യൻ സ്റ്റൈല്, പിന്നെ അങ്ങനെ കുറേ ടൈപ്പ് ഫുഡുകളുണ്ടായിരുന്നു. നമ്മളെവിടെ പോയാലും കുറച്ച് ചോറും ഇതൊക്കെ എന്താ പറയുക വെജിറ്റേറിയൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാറുള്ളൂ. കാരണം നോൺ വെജ് അങ്ങനത്തെ കൂടുതലായിട്ടുള്ള സംഭവങ്ങൾ കഴിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രത്യേകിച്ച് യാത്രയൊക്കെ ചെയ്യുമ്പം എപ്പോഴും വെജിറ്റേറിയൻ ഫുഡായിരിക്കും നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുക. വെറുതെ വലിയ വയറിനകത്ത് എന്തെങ്കിലും പ്രശ്നമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പണിയാവില്ലേ. അതുകൊണ്ട് അങ്ങനെയാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യാറുള്ളത്. ഞാൻ കൂടുതലും ചോറും പരിപ്പുമാണ് കഴിക്കാറുള്ളത്. ചിലപ്പോഴാണെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ നാൻ കഴിക്കും. ഇപ്പോഴും ഞാൻ ചോറും കുറച്ച് പരിപ്പ് കറിയും ഒരു പപ്പടവുമാണ് എടുത്തിട്ടുള്ളത്. ഇതാ കണ്ട പുറത്തേക്കൊന്ന് ക്യാമറ വെച്ച് നോക്കിയത്. പക്ഷെ അതിൻ്റെ റിഫ്ലക്ഷൻ, നമ്മുടെ ഉള്ളിലെ റിഫ്ലക്ഷൻ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇച്ചുവിനെ ദൗലത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അവളുടെ ഡ്രസ്സ് മുഴുവനും ഖറാബായി പോകത്തില്ലേ, അതിന് വേണ്ടിയിട്ട്. 2 മണിക്കൂറാണ് ഈ ഒരു ക്രൂസിൻ്റെ ടൈം. നമ്മൾ കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഫുഡ് സെർവ് ചെയ്യും. ഫുഡ് കഴിച്ച് കഴിയുമ്പോഴാണ് പിന്നെ ഈ പാർട്ടിയായിട്ട് ഇങ്ങനെ പാട്ടും ഡാൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ ഡെക്കിലേക്ക് പോയി. അവിടെയാണെങ്കിൽ നമുക്ക് ഓപ്പൺ എയർ ആണ്. അപ്പോൾ ഗ്ലാസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വിഷ്വൽസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാൻ അവിടെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ആ ടെമ്പിൾസ് എല്ലാം ഓൾറെഡി കവർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും. ഇപ്പോൾ കുറച്ച് ബിൽഡിങ്സുകൾ മാത്രമേ ഉള്ളൂ. അതാണെങ്കിലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഉള്ളതെല്ലാം അപ്പർ ഡെക്കിലും താഴെയും എല്ലാം പാട്ടും ഡാൻസും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അകത്തേക്ക് പോവാണ്. കാരണം അവിടെയാണ് അതെല്ലാം നടക്കുന്നത്. അപ്പോൾ ഇച്ചുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ അവളുടെ കൂട്ടത്തിൽ ഡാൻസൊക്കെ കളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ആ ഒരു പാട്ട് പാടുന്ന പുള്ളിക്കാരി ഹിന്ദി പാട്ടൊക്കെ പുള്ളിക്കാരി തന്നെ പാടുന്നുണ്ട്. അതൊന്ന് കേട്ട് നോക്കണേ. तुम्हें ना जाने क्या सपने दिखाए, तुम पास आई यूं मुस्कुराई, तुम्हें ना जाने क्या सपने दिखाए, आगे तो मेरा जाएगा ना सुनता है क्या करो हाय, कुछ कुछ होता है क्या करो हाय, कुछ होता है तुम पास आई ये मुस्कुराई, तुम्हें न जाने क्या सपने दिखाए, आने तुम्हें रानी जाना न सोता है क्या करो हाय, कुछ कुछ होता है क्या करो हाय, कुछ कुछ होता
ഡാൻസിന്റെ ABCD അറിയാൻ മേലാത്ത ഞാൻ അവരുടെ കൂടത്തിൽ പാട്ടിന്റെ കൂടെ കുറേ നേരം കിടന്ന് തുള്ളി കളിച്ചു. സത്യം പറയാമെങ്കിൽ എനിക്ക് തന്നെ അറിയില്ല ഞാൻ എങ്ങനെ എന്തൊക്കെയാ കാണിച്ചു വെച്ച്. പക്ഷെ ഞാൻ കുറേ നേരം ഡാൻസ് ചെയ്ത് ഞാൻ ഇങ്ങനെ എൻജോയ് ചെയ്തു. കാരണം അവിടെ എല്ലാവരും ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ മാത്രമായിട്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ നമ്മൾ ആ പാട്ടൊക്കെ പാടുന്നപ്പോൾ കാര്യത്തിലൂടെ ഫോട്ടോസൊക്കെ എടുത്തു. നോക്കി ഇവിടെ ഏജ് ഒരു ലിമിറ്റ് ഇല്ലാതെ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഞാനും ആ കൂട്ടത്തിൽ എൻജോയ് ചെയ്തു. നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് പോവാണ്. അപ്പം നാളത്തെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.